റിയ ടോമിൻ്റെ സാക്ഷ്യങ്ങളിൽ റിയ ടോം പറയണതേ, എന്നാണെന്ന് അറിയത്തില്ല, ഉടമ്പടി എടുത്തോടുകൂടി എനിക്ക് ഒരു പരിചയവും ഇല്ലാത്ത ആൾക്കാരൊക്കെ എന്നെ സഹായിക്കാൻ തുടങ്ങിയെന്ന്. അത് ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് വിറ്റ്നസ്. എന്നുവെച്ചാൽ ഇവിടെ ഓരോ മൂവ്മെൻറ്റിലും കാര്യം ഇതിന് കുറേ മാസങ്ങളെടുക്കും. ഒന്നാമത്തെ കരിയർ ഗ്യാപ്പുണ്ട്, അത് ഫില്ല് ചെയ്തിട്ട് ഇവർക്ക് വിസ വരണം. വിസയൊക്കെ വരണമെന്നുണ്ടെങ്കിലേ എന്നിട്ട് ഇവൾ ഈ റിയ കൊണ്ടുവന്നിട്ട് അവിടെ നിന്നിട്ട് ഈ പാസ്പോർട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് മാതാവിനെ. എന്താ പറയുക, എനിക്ക് അമ്മയാണ് വിസ അടിച്ച് തരണമെന്നുണ്ടെങ്കിൽ ഞാൻ പേജ് കാണിക്കുന്നുണ്ട് പാസ്പോർട്ടിൻ്റെ 24-ാം പേജെന്ന്, ഈ പേജിലാണ് അടിക്കേണ്ടതെന്ന്. സി ഹൗ ലവബിൾ ഷീസ്. നമ്മൾ ഞെട്ടിപ്പോവും. എന്നിട്ട് ആ 24-ാം പേജിൽ തന്നെ അമ്മ പാസ്പോർട്ടിൽ വിസ അടിച്ചുകൊണ്ട് വരും. നിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, നിൻ്റെ ദൈവം അങ്ങനെയാണ് നിന്നെ സ്നേഹിക്കണത്. പിന്നെ അവർ പറയും സെപ്റ്റംബർ 18 പറയും. സെപ്റ്റംബർ 18 ഒരു ഡേറ്റാണ് 18. ഞാൻ അതായത് 18 അവർ പറയണത്. അമ്മയോട് പറഞ്ഞ ഡേറ്റ് 18. അപ്പോൾ 18-ാം തീയതി ഉച്ചവരെ അവർ വെയിറ്റ് ചെയ്യുമ്പോൾ ഹസ്ബൻഡ് അവരോട് ചോദിക്കുകയും, എടി ഇന്ന് 18 അമ്മ അത് ചെയ്യുമെന്ന് പറയും. എന്നിട്ട് പിന്നീട് ഇവർ പ്രേയറിൽ അങ്ങോട്ട് പോവുകയാണ്. അവസാനം രാത്രി 12 മണിയില്ലേ, 12 മണിക്ക് 1 മിനിറ്റ് ഉള്ളപ്പോഴാണ്, അതായത് 19-ാം തീയതിയിലേക്ക് മാറുന്നതിന് 1 മിനിറ്റ് ഉള്ളപ്പോൾ ഇമെയിലിൽ മെസ്സേജ് വരും. നോക്കി എന്ത് ഷാർപ്പാണ്. ദാറ്റ് മീൻസ് നീ പറഞ്ഞ ഡേറ്റ് തന്നെ. അപ്പോൾ ഇത് നടക്കത്തില്ലെന്ന് ഇവൾക്കറിയാം. കാര്യം അത്രയും ബുദ്ധിമുട്ടാണ്. പക്ഷേ തന്നെ സ്നേഹിക്കുന്ന, തന്നെ വിശ്വസിക്കുന്ന, തന്നെ ജീവിക്കുന്ന ഒരാൾക്ക് വേണ്ടി ദൈവം ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. കൈയ്യടിച്ച് കർത്താവിനെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഉടമ്പടി എടുത്തു 5 പുതുക്കി 3 പുതുക്കി എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഈ ഉടമ്പടി കൊണ്ട് സാധ്യമാകുന്ന ഈ പ്രോസസ്സ് നടക്കണം. എന്താണ്? എൻ്റെ വചനം പാലിക്കുകയും നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും. ബേസിക് ഉടമ്പടി ദൈവത്തെ സ്നേഹിക്കുന്നതാണല്ലേ. ദൈവത്തെ സ്നേഹിക്കണമെന്ന് ദൈവത്തിന് തോന്നിപ്പോയാൽ നമ്മൾ പിന്നെ ദൈവം ഓണർ ചെയ്യാൻ തുടങ്ങും. ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ദൈവത്തെ തോന്നണം, നമുക്ക് തോന്നിയാൽ പറ്റത്തില്ല. ദൈവത്തിന് തോന്നിപ്പോയാൽ നമ്മളെ പിന്നെ ഓണർ ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന പാസ്പോർട്ടിൽ തന്നെ ആ പേജിൽ തന്നെ അടിച്ചു വരുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷനിലെ അത്രയും അതുകൊണ്ട് അമ്മ ഈ പരിശുദ്ധ അമ്മ ഈ ഉടമ്പടി ചെയ്തപ്പോൾ ഇത് അനുഭവിച്ചതാണ്. അതുകൊണ്ട് അമ്മ ഇതിനൊക്കെ പറഞ്ഞത് വേറെ വാക്കാണ് പറഞ്ഞത്. ഇപ്പം ഈശോ എന്നാ പറഞ്ഞത്? നിങ്ങളെ ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വാക്ക് പാലിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കും, ഞങ്ങൾ വന്ന് നിങ്ങളെ വസിക്കുമെന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് 14:10 വരെ പറയും, അതുകൊണ്ട് പിതാവും ഞാനും തമ്മിൽ ഉടമ്പടി ചെയ്തിട്ടുണ്ടെന്ന് പറയും. ഈശോ പറയും അങ്ങനെ ഉടമ്പടി ചെയ്തത് കൊണ്ടാണ് പിതാവ് വന്ന് എന്നിൽ വസിക്കണം. അതുകൊണ്ട് ഞാനല്ല ഈ പ്രവർത്തിക്കണം. കടലിൻ്റെ മീതെ നടക്കുന്നുണ്ട്, വെള്ളം വീഞ്ഞാകുന്നുണ്ട്, പക്ഷേ എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. കൈ ഇടിച്ച് കർത്താവ് പ്രവർത്തിക്കാനുള്ള വലിയ കരുണ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ആത്മശോധന ചെയ്യണം. എനിക്ക് ഇന്നലെ ഉണ്ടായതിനേക്കാൾ കൂടുതൽ സ്നേഹം ദൈവത്തോട് തോന്നുന്നുണ്ടോ? തോന്നണില്ലെങ്കിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്, ഉടമ്പടി ആയിട്ടില്ല. ഇപ്പം ചില പറയില്ലേ, ഞാൻ ചാർജ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു മൊബൈലിനെ.
പക്ഷേ ആക്ടിവേഷൻ ആയിട്ടില്ല. നമ്മൾ ചാർജ് ചെയ്തതേ ഉള്ളൂ, ആക്ടിവേഷൻ ആയിട്ടില്ല. ഇതുപോലെ തന്നെ ഉടമ്പടി ചെയ്താൽ അത് ആക്ടിവേഷനായാൽ നമുക്കറിയാൻ പറ്റും എന്താണ്. നിങ്ങൾക്ക് മുമ്പത്തേക്കാൾ കൂടുതൽ ദൈവത്തോട് സ്നേഹം തോന്നും, അല്ലെങ്കിൽ നിങ്ങൾ ദൈവസ്നേഹം അനുഭവിക്കും. നമ്മുടെ ഉടമ്പടി ആക്ടിവേറ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ നമ്മൾ അറിയണത് അങ്ങനെയാണ്. എന്താണ്, വല്ലാത്തൊരു ദൈവസ്നേഹം ഫീൽ ചെയ്യും. ദൈവസ്നേഹം ഫീൽ ചെയ്യുക തന്നെയല്ല, നമ്മൾ വേറെ ഒരു ലോകത്തേക്കാരും ദൈവമായിട്ടല്ലേ നമ്മൾ ഇൻ്റർ കണക്റ്റഡ് ആയിരിക്കണത്. അപ്പോഴെന്നാ സംഭവിക്കണമെന്നത് ഇതൊരു നിഷ തോമസ് പറയുന്നുണ്ടേ, എനിക്ക് ഇംഗ്ലീഷിൽ ഭയങ്കര ബാക്കാണ്. ഞാൻ 10 കൊല്ലമായിട്ട് എനിക്ക് എഡ്യൂക്കേഷണൽ ഗ്യാപ്പുണ്ട്. കരിയർ ഗ്യാപ്പ് മാത്രമല്ല, എഡ്യൂക്കേഷൻ ഗ്യാപ്പുണ്ട്. മെറിറ്റ് ഒരു മെറിറ്റുമില്ല, 0 മെറിറ്റ് അടിക്കുക. 0 മെറിറ്റാണ് ഉള്ളത് ഈ നിഷ തോമസിന്. എന്താണ് എഡ്യൂക്കേഷൻ ഗ്യാപ്പ്? പഠിച്ചിട്ട് കുറേ നാളായി. അതിന് ഞാൻ ഇംഗ്ലീഷിനൊക്കെ ബാക്കാണ്. പ്രൊമട്ടറി, സൗദിയുടെ പ്രൊമട്ടറി അല്ലേ എഴുതുന്നത്. ഏജൻറ്റ് കയറ്റി വിട്ടിരിക്കുകയാണ് കക്ഷിയെ. എന്താണ്, പരീക്ഷ ഒന്നും വേണ്ടെന്നും പറഞ്ഞ്. അതാണ് ക്ലിപ്പായി പോയത്. ഈ നിഷ തോമസിന് ഏജൻറ്റ് പാക്ക് ചെയ്ത് വിട്ടിരിക്കുകയാണ് സൗദിയിൽ. ഇതിന് പരീക്ഷ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ്. എന്നിട്ട് ഇവർക്ക് പറഞ്ഞ പോലെ തന്നെ ഹോസ്പിറ്റലിൽ ജോലിയും കൊടുക്കും. ജോലി കൊടുത്ത് 1 മാസം കഴിയുമ്പോൾ മാനേജറിൻ്റെ കളർ പോകും. അയാൾ പറഞ്ഞു ദാറ്റ്സ് ഓക്കെ, ക്ലിയർ, പക്ഷേ ഇവിടെ നിങ്ങൾക്ക് തുടരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്രൊമോട്ടർ എഴുതേണ്ടി വരുമെന്ന് പറയും. ഇവളങ്ങോട്ട് ഇരുന്ന് പേർത്ത് പോവാൾ. കാര്യം അവർ ചിന്തിച്ചില്ലല്ല, ആലോചിച്ചില്ലല്ല. 10 കൊല്ലമായി പഠിച്ചിട്ട് ഒരു ടച്ച് ഇല്ല. 10 കൊല്ലമായി ജോലി ചെയ്തിട്ട് ഗ്യാപ്പുണ്ട്. ഇനി ഇതെല്ലാം ഇൻസ്പെക്ട് ചെയ്യാൻ പോവുകയാണ്. അതോടുകൂടി തിരിച്ച് ഏജൻ്റ് കാശ് കൊണ്ടുപോവുകയും ചെയ്യും. ഇവർക്ക് തിരിച്ച് പോരേണ്ടി വരിക. അപ്പോൾ ഇവളുടെ ജീവിതം വല്ലാത്ത രീതിയിലായിപ്പോയി. അപ്പോൾ എന്നാ ചെയ്യണത്? ആകപ്പാടെയുള്ള പിടിവള്ളി എന്ന് പറയുന്നത് എന്താണ്? ഈ പാവപ്പെട്ടവൾ ചെയ്തിരിക്കുന്ന ഉടമ്പടിയാണ്. ദൈവത്തിനുള്ള പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് മൈൻഡ് സെറ്റിൽ ഉടമ്പടി ചെയ്താലും ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റിന് മാറ്റമൊന്നുമില്ല. മനസ്സിലായില്ലേ? ദൈവം അതിൽ നമ്മൾ ദൈവത്തോടാണ് ഉടമ്പടി ചെയ്തതെന്ന് ദൈവത്തിന് അറിയാമല്ലോ. അതുകൊണ്ട് ദൈവം അത് പാലിക്കും. ഇവളുടെ ഉള്ളിൽ അമ്മ പറയുന്നുണ്ട് എന്താണ്, നീ പ്രൊമോട്ടർ എഴുത്, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തോളാമെന്ന്. അതാണ് വിഷയം. ഇവർക്ക് ടച്ചില്ലല്ലോ. അവിടെ തന്നെ പറയും ഞാൻ ഇംഗ്ലീഷിലൊക്കെ പണ്ടേ ബാക്കാണ്, ഇപ്പോൾ 10 കൊല്ലമേ പഠിച്ചിട്ട് ഇത് എഴുതണമെന്ന് പറഞ്ഞാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഇവിടെ വന്നപ്പോഴാണ് ട്രാപ്പിലായത്. ട്രാപ്പാണല്ലേ ശരിക്കും പറഞ്ഞാൽ. ഈ ട്രാപ്പിൽ നിന്ന് ഇവർ ശരീരം ഉരുകി മാറുമ്പോഴും ഉള്ളിൽ നിന്നൊരു ശക്തി പറയും നീ ഇതിനെ കവർ ചെയ്യും. എന്തുകൊണ്ടാണ്? അമ്മ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താ പറഞ്ഞാൽ, ശക്തനായവൻ എനിക്ക് വലിയ അത് ഉടമ്പടി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഫസ്റ്റ് ഫീലിംഗാണ്. ഫസ്റ്റ് ഫീലിംഗ് എന്ന് വെച്ചാൽ അമ്മ ഉടമ്പടി ചെയ്തില്ലേ, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്ന് പറഞ്ഞല്ലോ. അതല്ലേ മരീൻ ഉടമ്പടിയുടെ ബേസ്, അതല്ലേ? നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ് മെറിറ്റോറിയസ് ആയിട്ട് ഇത് നടക്കത്തില്ലെന്ന് പറയും. എന്തായതാണ്? എനിക്കതിനുള്ള മെറിറ്റില്ല. അവരുടെ മെറിറ്റിൻ്റെ പ്രശ്നമാണ്, യോഗ്യതയാണ്. എന്താണ്? ഞാൻ പുരുഷനെ ഒരു കുഞ്ഞുണ്ടാകണമെങ്കിൽ പുരുഷനെ അറിയണ്ടേ? അതല്ല എൻ്റെ മെറിറ്റെന്ന് പറയണത്. ഞാൻ കന്യകയായിട്ട് ജീവിക്കാൻ തീരുമാനിച്ച ആളാണ്. അപ്പം ഞാൻ ഈ ഫീൽഡിൽ ഇല്ലാത്ത ആളാണെന്ന് പറയും. ഞാൻ ഈ ഫീൽഡിൽ ഇല്ലാത്ത ആളാണ്. അമ്മ കറക്റ്റ് കാര്യം പറഞ്ഞു. 10-16 വയസ്സേ ഉള്ളെങ്കിലും ഇവർ മുഴുവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കണം. കാരണം 16 വയസ്സിന് 64 വയസ്സിൻ്റെ വായിലാണ് ഇവർ സംസാരിക്കണത്. എന്നാ സംസാരിക്കണത്? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഇത് അമ്മ മാത്രം പറഞ്ഞതല്ല. ഇപ്പം ഇവിടെയും അവസ്ഥ തന്നെയല്ലേ? നിഷ തോമസിൻ്റെ അവസ്ഥ തന്നെയല്ലേ? 10 കൊല്ലയോടൊക്കെ ടച്ചില്ല. പിന്നെ ഞാനിതെങ്ങനെ പ്രൊമോട്ടർ എഴുതണത്? ഇതെങ്ങനെ സംഭവിക്കും? എനിക്കറിയത്തില്ലെന്നല്ലേ പറയണത്. എങ്ങനെ സംഭവിക്കുമെന്ന് വെച്ചാൽ ഞാൻ പുരുഷനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ വാക്കിലല്ല അവസാനിക്കണത്. ദാറ്റ് മീൻസ് എനിക്ക് മെറിറ്റ് ഇല്ല എന്നാണ് എൻ്റെ അത് റീഡ് ചെയ്യും. ഉടമ്പടി ബേസിൽ റീഡ് ചെയ്യണമെങ്കിൽ ഐ ഹാവ് നോ മെറിറ്റ് ഇൻ ദിസ് ഫീൽഡ്. ഈ മേഖലയിൽ എനിക്ക് മെറിറ്റ് ഇല്ല എന്നാണ് പറയണത്. ഈ മെറിറ്റ് ഇല്ലെങ്കിൽ പിന്നെ എന്താണ് ഉള്ളത്? മെറിറ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദൈവം എന്താ വർക്ക് ചെയ്യണത്? അപ്പോൾ പരിശുദ്ധാത്മാവ് മാലാഖ പറയും അത് ശരിയാണ്, നിനക്ക് മെറിറ്റ് ഇല്ല എന്ന് എനിക്കറിയാം, പക്ഷേ മെറിറ്റിലല്ലല്ലോ, മെറിറ്റിൽ മാത്രമല്ല ദൈവം കാര്യങ്ങൾ ചെയ്യണത്. അതാണ് ദൈവം എങ്ങനെ കാര്യം ചെയ്യണത്. പരിശുദ്ധാത്മാവും നിന്റെ മേൽ വരും. 1:30 വായിച്ച് ശ്രുതിക്കട്ടെ. ലൂക്ക 1:34 തൊട്ട് വായിക്കുക. ശ്രുതിക്കട്ടെ. ദൂതനോട് പറഞ്ഞു, മറിയം ദൂതനോട് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. കണ്ട, എങ്ങനെ സംഭവിക്കും? ഇല്ലല്ലോ. എങ്ങനെ സംഭവിക്കും? ഇല്ലല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറിറ്റ് ആണ് അടുത്ത വിഷയം. ഓരോ വിഷയത്തിൻ്റെ അകത്തും നമുക്ക് മെറിറ്റ് ഇല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യത. എങ്ങനെ നടക്കും? 2 കോടി കടമുണ്ടല്ലോ, എനിക്ക് വിറ്റാൽ തന്നെ എൻ്റെ കടം വീട്ടാൻ, എൻ്റെ വീട് സ്ഥലം വിറ്റാൽ പോലും എൻ്റെ കടം വീട്ടാൻ പറ്റത്തില്ലല്ലോ. അതാണ് സാധനം.
അതായത് ഇത് നമ്മുടെ എല്ലാ വേദനകൾക്കും പ്രതിസന്ധികൾക്കും അതിൻ്റെ ഡിവൈൻ ഫോർമാറ്റ് ആദ്യം ദൈവത്തിരുസന്നിധി വെക്കുന്നത് അമ്മയാണ്. ഇപ്പോൾ നമ്മൾ പറയും എനിക്ക് രണ്ടും കൂടി കടമുണ്ടല്ലോ, എൻ്റെ ഫാക്ടറി വിറ്റാൽ പോലും എനിക്ക് കടം അടക്കാൻ പറ്റത്തില്ലല്ലോ. അത് തന്നെയാണ് സംഭവം. അത് തന്നെയാണ് 1:34 പറയുന്നത്. ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ മെരിട്ടെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു വിഷയം നടക്കണമെങ്കിലുള്ള കപ്പാസിറ്റി മെരിട്ടാണ്. അതില്ലാത്ത അവസ്ഥ ഉണ്ടാകാം. അപ്പോൾ നിങ്ങൾ ചിലർ എന്നോട് പറയും അച്ഛാ വീടില്ലെന്ന് പറയും. അപ്പോൾ ഞാൻ ചോദിക്കും സ്ഥലമുണ്ടോ, സ്ഥലവും ഇല്ലെന്ന് പറയും. വീടില്ലെന്ന് പറയും, സ്ഥലമുണ്ടോ, സ്ഥലവും ഇല്ലെന്ന് പറയും. അപ്പോൾ ഞാൻ ചിരിക്കും. എന്താ കാര്യം എന്നറിയും, ഇവർക്ക് ടോട്ടൽ മെരിട്ടില്ല. ഇവർക്ക് ടോട്ടൽ മെരിട്ടില്ല. ഇവർക്ക് ദൈവം ഒന്നേന്ന് പറഞ്ഞ് എല്ലാം ചെയ്യണം. ഇവർ വൃത്തിയും വരെയുള്ള സ്ത്രീയാണ് അല്ലെങ്കിൽ പുരുഷനാണ്, ഇതുമായിട്ടേ പോകത്തുള്ളൂ, ദൈവമായിട്ടേ പോകത്തുള്ളൂ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇവർക്ക് 90 ദിവസത്തിനുള്ളിൽ സാധനം അസൈൻഡ് ആവും. കാര്യം ഒന്നും ഇല്ലായ്മയാണില്ല നമ്മുടെ എല്ലാത്തിൻ്റെ ഉള്ളായ്മയുടെ ആദ്യ രൂപം എന്ന് പറയുന്നത്. അതായത് നമ്മൾക്ക് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നെറ്റി തുളിച്ച് കാണും. നിങ്ങൾ ഇങ്ങനെ മീഡിയേറ്ററായിട്ട് നിങ്ങളെ സഹായിക്കാൻ എല്ലായിടത്തും ആളെ നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അവസാനം ദരിദ്രന്മാരാകുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അവിടെ ആങ്കിളുണ്ട്, ഇവിടെ ആൻറ്റി ഉണ്ട്, അവിടെ കൊച്ചാപ്പനുണ്ട്, അവിടെ വല്യപ്പനുണ്ട്, വല്യപ്പൻ്റെ മക്കളുണ്ട്, കസിൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ. അവസരം കൊണ്ടേ പോകത്തുള്ളൂ. നിങ്ങൾ മനസ്സിലായില്ലേ? നിങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലാത്ത പോലെ ജീവിക്കണം. ദൈവം മാത്രം ആണ് ഉള്ളത്. ഇവരൊക്കെ ഉണ്ടാകാം, ദൈവം തന്നതല്ലേ. അത് ദൈവം തന്നതല്ലേ. അങ്കിളായാലും ആൻറ്റി ആയാലും ആരായാലും കൊച്ചാപ്പനായാലും ആര് തന്നാണ്, ദൈവം തന്നാണ്. എല്ലാം ഉണ്ടെങ്കിലും ദൈവം ഇല്ലെങ്കിൽ ഏറ്റവും വലിയ ഇല്ലായ്മ ഫീൽ ചെയ്യണം നമുക്ക്. മനസ്സിലായി? ഇതുപോലെ തന്നെയാണ് ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങളെന്താ ചെയ്തിരിക്കണത്, നിങ്ങളെ ടോട്ടൽ ഇല്ലായ്മയിലേക്ക് ദൈവം പുതിയ പദ്ധതിയുമായിട്ട് വരികയാണ്. എന്താ ചെയ്യണത്? അതായത് നമ്മൾ പരിശുദ്ധ അമ്മ ദൈവത്തോട് പറയുന്നൊരു വാക്യമാണ്. എന്താണ്? ഒന്ന് വായിച്ചോ. 1:34 ലൂക്ക 1:34 വായിച്ചേ. ഇതെങ്ങനെ സംഭവിക്കും? പറഞ്ഞ ഇതെങ്ങനെ സംഭവിക്കാം? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു. ഇത്രയും ക്ലിയർ ആയില്ലേ? അപ്പം മെറിറ്റ് ഇല്ലെന്നുള്ള അമ്മ പറഞ്ഞല്ലോ, ഇല്ലേ? ഇനി ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യണത്? ഉടമ്പടിയിലേക്ക് പോവുകയാണ്. ഉടമ്പടിയിലേക്ക് പതുക്കെ പോവുകയാണ്. അപ്പം ഉടമ്പടിയിലേക്ക് അമ്മയും ഈ ദൈവവും തമ്മിൽ ഉടമ്പടിയിലോട്ട് പോവുകയാണ്. ഇനി ഉടമ്പടിയിലോട്ട് അങ്ങനെ പോവുകയാണെന്ന്. അപ്പോൾ ആദ്യം അമ്മയുടെ ആ ഒരു ആസ്തി എന്താണെന്നുള്ളത് വെളിപ്പെടുത്തും, നമ്മുടെ ഇല്ലായ്മ വെളിപ്പെടുത്തും. അത് കഴിയുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അവൻ അടുത്ത വായിച്ചേ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അതാണപ്പ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാ 1:35 വന്നത്. അത് ഇല്ലെങ്കിൽ പിന്നെ അടുത്ത ഓപ്ഷൻ എന്താ ഉള്ളത്? ഇപ്പം നിങ്ങൾക്ക് വീടില്ല, സ്ഥലമില്ല, പ്രായം കൂടിപ്പോയി, പെണ്ണ് കെട്ടിയിട്ടില്ല, അങ്ങനെ കുറേ ഇല്ലായ്മ വരികയില്ലേ. ഇങ്ങനെ അതിനെല്ലാം നിങ്ങൾക്ക് മാനുഷികമായി പറഞ്ഞാൽ ഇല്ലെന്ന് തന്നെ വിചാരിക്കുക. മാനുഷികമായി പറഞ്ഞാൽ ഇല്ലാത്തവരിവിടെ ജീവിക്കണ്ടേ? മനുഷ്യന്മാർക്ക് ജീവിക്കേണ്ടിയിരിക്കും. പക്ഷേ നിന്നെ സൃഷ്ടിച്ച നിന്റെ ദൈവത്തിന് നീ ജീവിക്കണം എന്നതുകൊണ്ടാണ് ദൈവം ഉടമ്പടി സ്ഥാപിച്ചുകൊണ്ട് മെറിറ്റിലല്ലെങ്കിൽ ഇത് ഗ്രേസിൽ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞത്. കൈ അടിച്ച് കർത്താവോടെ സന്തോഷത്തോടെ പരിശുദ്ധ പരമദീപകാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. മെറിറ്റിലെ ഇത് യോഗ്യതയിലെ ഇത് വർക്ക് ചെയ്യത്തില്ല എന്നുണ്ടെങ്കിൽ ഉടനെ ദൈവരഹസ്യം വെളിപ്പെടും. എന്താ പറയണത്? പരിശുദ്ധാത്മാവ്. ലൂക്ക 1:35 എന്താ പറയണത്? പരിശുദ്ധാത്മാവ് പറഞ്ഞേ നിന്റെ മേൽ വരും. ഇനി പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമെന്ന് പറയുമ്പോഴേ ഉടമ്പടി പ്രകാരം നമുക്ക് ലഭിക്കേണ്ടത് എന്താണ്? ശക്തിയാണ് ലഭിക്കേണ്ടത്. മനസ്സിലായില്ലേ? നമുക്ക് പവർ ഇല്ല, നമുക്ക് അതിനുള്ള കലിബറില്ല, കപ്പാസിറ്റി ഇല്ലെന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് ബദൽ തരണത് എന്താണ്? പവർ ഓഫ് ഗോഡാണ്, എംപവർ. മനസ്സിലായോ? ഞാൻ എപ്പോഴും ഇപ്പോൾ IELTS കുഞ്ഞുങ്ങളെ എല്ലാവരെയും വിളിച്ച് നിർത്തിയില്ല. ഇവിടെ MOH, ഹാദ്, പ്രൊമട്രി, BTech, PSC എല്ലാ പിള്ളേരെയും ഇവിടെ വിളിച്ച് നിർത്തും. എല്ലാ ദിവസവും വരുന്നവരെയൊക്കെ വിളിച്ച് നിർത്തും. പ്രാർത്ഥിക്കണം, അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നവരെ. ഞാൻ അവർക്ക് ആദ്യമൊക്കെ ആശ്ചര്യം കൊടുക്കും. വെഞ്ചരിച്ചത്, പ്രത്യേകിച്ച് വെഞ്ചരിച്ചത് എന്നുവെച്ചാൽ ഉടമ്പടി പ്രകാരം നിങ്ങൾക്ക് ഞാൻ അവരോട് ചോദിക്കും, മക്കളെ എന്താ എനിക്ക് ആശ്രയം തരണമെന്നറിയാവോ? ഐ ആം ഗോയിങ് ടു സെറ്റ് യുവർ സ്റ്റഡീസ് ടു ദി പ്രെയർ. നിങ്ങളെ പ്രാർത്ഥനയും
നിങ്ങളുടെ പഠനങ്ങളെ ഞാൻ ദൈവവുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. ഇനി കണക്ട് ചെയ്യുന്ന പ്രിൻസിപ്പിൾ പറഞ്ഞു കൊടുക്കും. വെൻ യു യൂസ് ദിസ് മെഡൽ യു ജസ്റ്റ് റിസെറ്റ് ദ ക്രേദോ. എന്താണ്? നിങ്ങൾ ഈ മെഡൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? വിശ്വാസപ്രമാണം ചൊല്ലണം. ഞാൻ ഈ ഉടമ്പടി വസ്തുക്കളിൽ ഒത്തിരിയേറെ അനുഭവം, ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നടന്നൊരു അനുഭവം എന്ന് വെച്ചാൽ ആ ഉടമ്പടി സാക്ഷ്യം, ഇപ്പോൾ മേഴ്സി ദേവസ്യ, അതുപോലെ തന്നെ ഷെറിൻ ആലപ്പുഴ, ഇവരെല്ലാം ഉടമ്പടി ഈ തൈലം ഉദരത്തിൽ തേച്ച് സിസ്റ്റ് മാഞ്ഞു പോയ സാക്ഷ്യം കാണുന്നില്ല. പക്ഷേ ഞാൻ ഈ നേർച്ച വസ്തുക്കളെക്കുറിച്ച് ചുമ്മാ ഇങ്ങനെ ഇപ്പോൾ ഒരു സാക്ഷ്യം വന്നുകൊണ്ട് ഇങ്ങനെ പറയണം, അല്ലാതെ ബേസിക്കായിട്ട് ഞാൻ നേർച്ച വസ്തുക്കളെ ഇങ്ങനെ പൊലിപ്പിച്ചിരിക്കാൻ പറയത്തില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, പറയാത്തതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് പല കാരണങ്ങളുണ്ട്. ചില സമയത്ത് ആദ്യമായിട്ട് കേൾക്കുന്നവന് ചിലപ്പോൾ അതൊരു പ്രൊമോഷനായിട്ട് തോന്നും. അതുകൊണ്ടാണ് ആൾക്കാർക്ക് ഉതപ്പുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് പക്ഷേ ഞാൻ പറയാച്ചാൽ നിങ്ങൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ XY എന്ത് ഉപയോഗിച്ചാലും ഞാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളെക്കുറിച്ചല്ല ഞാൻ പറയണത്, ഉപയോഗിക്കേണ്ട രീതികൾ, അതിൻ്റെ അകത്ത് പവർ ആക്ടിവേറ്റ് ചെയ്യേണ്ട രീതികളുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഉടമ്പടിയിലെ ഓരോ വിഷയവും, ഉടമ്പടി തൈലമായാലും ഉടമ്പടി ഉപ്പായാലും, ഇവിടെ പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് 12 തരം മനുഷ്യൻ്റെ എല്ലാ വിഷയങ്ങളെയും സാരസംഗ്രഹിച്ചുകൊണ്ടുള്ള 12 പ്രാർത്ഥനകൾ ചൊല്ലിയാണ് ഇത് വെഞ്ചരിക്കണം. ഇത് വെഞ്ചരിക്കുമ്പോൾ പക്ഷേ ഇത് പ്രയോഗിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം. എന്താ കാര്യം? എല്ലാ പ്രയോഗവിധികളും ഒറ്റ ഫോർമുല വർക്ക് ചെയ്യണത്. എല്ലാ പ്രയോഗവിധികളും ചുമ്മാ നമുക്ക് ഇടാനൊന്നും പറ്റത്തില്ല. എല്ലാ പ്രയോഗവിധികളും യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റു പറയണം. പറഞ്ഞു മനസ്സിലായില്ലേ? പിന്നെന്താണ്? ദൈവം അവന് മരിച്ചവളിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. ഇത് ഇത്രയും ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഈ നേർച്ച വസ്തുക്കളിൽ തൊടാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കരടകത്ത് കടുകിടണ പോലെ ഇരിക്കും. നമുക്ക് പൊട്ടിയെന്ന് കേട്ടാൽ മതിയില്ല. മനസ്സിലായില്ലേ? കരടകത്ത് നമ്മൾ എന്താ പറയിടുമ്പോൾ കടുകിടത്തില്ലേ? അപ്പോൾ അതൊന്ന് പൊട്ടിയത് കേട്ടാൽ മതി അല്ലേ? അത്രയും മതി. പക്ഷേ നേർച്ച വസ്തുക്കളുടെ പ്രയോഗം അങ്ങനെയല്ല. നേർച്ച വസ്തുക്കളാകുമ്പോൾ കടുക് നമ്മുടെ ആത്മാവിൽ പൊട്ടണം. ആദ്യം എന്താ സംഭവം ചെയ്യണത്? ആദ്യം യേശു കർത്താവാണെന്ന് ഒന്ന് വായിച്ച മോളെ 10:9. അത് കറക്റ്റ് വചനമാണ് കേട്ടോ, ശ്രദ്ധിച്ചേക്കണം. കർത്തവചനം ഇതിൻ്റെ വചനമാണ്, ഉടമ്പടി പ്രയോഗത്തിൻ്റെ വചനമാണ്. റോമ 10:9 വായിച്ചോളൂ. ആകയാൽ ഒന്ന് പറഞ്ഞേ. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ വരുമ്പോൾ നമ്മൾ ഒരു വ്യക്തി പ്രാപിക്കണത് എന്താണ്? രക്ഷയാണ്. പക്ഷേ രക്ഷ ഒരേ സമയം തന്നെ ഒരു വ്യക്തിയുമാണ്, ഒരു ശക്തിയുമാണ്. മനസ്സിലായ ഐഡിയ? ഇതിൻ്റെ കറക്റ്റ് നിങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞ് പ്രയോഗിക്കണം. അതായത് നമ്മളെന്താ ചെയ്യണത്? ക്രിസ്ത്യാനിറ്റിയിൽ ദൈവാനുഭവത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? നമ്മൾ രക്ഷ പ്രാപിക്കുകയാണ്. റോമ 10:9 അനുസരിച്ചുണ്ട്. രക്ഷ എന്ന് പറയുന്നത് എന്താണ്? ഒരേ സമയം തന്നെ വ്യക്തിയുമാണ്. വ്യക്തിയാണെന്ന് പറയാൻ കാര്യം എന്താണ്? ലൂക്ക 2:30 ഈശോയെ കയ്യിലെടുത്തപ്പോഴല്ലേ സമയം പറയണത്. എന്താ പറയണത്? ലൂക്ക 2:30 എന്താ പറയണത്? എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന, ഒന്ന് പറഞ്ഞേ, എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അപ്പൊ ക്രിസ്ത്യൻസിന് വേണ്ടി മാത്രം ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്നാ പറഞ്ഞിരിക്കുന്നത്? അല്ല. അതുകൊണ്ടാണ് ഉടമ്പടിയിൽ എല്ലാ ആൾക്കാരും സാക്ഷ്യം പറയേണ്ട കാര്യം ഇതാണ്. അതായത് റൈറ്റായിട്ട് ആർക്കാണ് ഇത് ആപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റണത്? അവൻ്റെ വിഷയം കത്തും. അത് XY നോൺ ബാപ്റ്റിസ്റ്റ് ഓർ നോൺ ക്രിസ്ത്യൻ ഇതൊന്നും ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യത്തില്ല. ആർക്കാണ് ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ഫോർമുല കീപ്പ് ചെയ്തു പോകാൻ പറ്റണത്? ഫോർമുല ഇതാണ്. എന്താ പറയണത്? യേശു കർത്താവാണെന്ന് അതരം കൊണ്ടേറ്റ് പറയണം. യേശു കർത്താവാണെന്ന് അതരം കൊണ്ടേറ്റ് പറയണം. പക്ഷേ അതരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ എന്താണ് എൻ്റെ യേശുവിനെ കർത്താവാക്കുന്നത്? ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. അപ്പൊ തൊലിപ്പുറത്തുള്ള വിശ്വാസമല്ല, ഹൃദയത്തിന്റെ ഉള്ളിൽ വിശ്വസിക്കണം. എന്താ വിശ്വസിക്കണത്? അവൻ മരണത്തെ ജയിച്ചവനാണെന്ന്. ദൈവമേ, നിന്റെ വിഷയം എന്താണ്? കടമാണോ? ക്യാൻസർ ആണോ? മരണമല്ലല്ലോ. മരണത്തെ ജയിച്ചവനാണ് നിന്റെ കർത്താവ്. കൈയടിച്ച് കർത്താവ് ആരാധിക്കുന്നു.
യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. എൻ്റെ അടുത്ത് നിൽക്കുന്നത് എൻ്റെ മകളാണ്. എൻ്റെ പേര് ജിജി കുര്യാക്കോസ്. ഞാൻ കോതമംഗലത്ത് നിന്ന് വരുന്നു. ഞാൻ 28/11/2021 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ആദ്യം ഞാൻ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ഇവിടെ ലോക്ക്ഡൗൺ ആയിരുന്നു, എനിക്ക് കഴിഞ്ഞില്ല. പിന്നെ ഞാൻ വന്നു കഴിഞ്ഞപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോകാനാണ് ഇവിടെ വന്നത്. പക്ഷേ അവിടെ വന്ന് മണ്ണിൽ കാല് കുത്തിയപ്പോൾ എന്നോട് ആരോ പറയുന്നുണ്ട്, നീ ഉടമ്പടി എടുക്കണം എന്ന് പറയുക. അപ്പം ഞാൻ നേരെ വന്ന് ലൈനിൽ കയറി നിന്നു. അപ്പോൾ എന്നോട് എൻ്റെ കുഞ്ഞുങ്ങൾ ചോദിച്ചു, അമ്മ ഉടമ്പടി എടുക്കാൻ പോവുകയാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്തു, കൗൺസിലിംഗ് നടത്തി. അതെല്ലാം കഴിഞ്ഞ് വന്നു. ഞങ്ങളിവിടുന്ന് തിരിച്ചു പോയി. തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കോവിഡ് ബാധിച്ചു. അങ്ങനെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ എനിക്ക് കുമ്പസാരിക്കാനോ അല്ലെങ്കിൽ എൻ്റെ ഉടമ്പടി നിയമങ്ങൾ എനിക്ക് പാലിക്കാനോ കഴിഞ്ഞില്ല. പിന്നെ ഞാൻ അമ്മയുടെ അടുത്ത് ക്ഷമ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഉടമ്പടി ക്രമങ്ങൾ കറക്റ്റായിട്ട് കൊണ്ടുപോയി പത്രം കൊടുത്തു. 2 നേരവും പ്രാർത്ഥനയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ജപമാല ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ ചൊല്ലുന്നതാണ്. ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നത് സിസ്റ്റേഴ്സിൻ്റെ സ്കൂളിലായതുകൊണ്ട് എനിക്ക് ജപമാല അറിയാമായിരുന്നു. പിന്നെ ഞാനൊരു ജാക്കോബൈറ്റ് സമുദായത്തിൽപ്പെട്ടതാണ്. അത് കഴിഞ്ഞ് എൻ്റെ 3 മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എനിക്ക് ഈ അമ്മയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന അനുഗ്രഹം പറയുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ മൂത്ത മകൾ US-ലാണ്. അവൾ ഇവിടെ ഫാം ഡി കഴിഞ്ഞിട്ട് ഇവിടെ ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയായിരുന്നു. അപ്പോഴായിരുന്നു അവളുടെ വിവാഹം നടന്നത്. അങ്ങനെ അവൾ US-ന് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ലൈസൻസ് വേണം നമുക്ക് ജോലിക്ക് കയറണമെങ്കിൽ. അതിനൊരു എക്സാം ഉണ്ട്. ആ എക്സാം എഴുതി അത് പാസ്സായി. അത് കഴിഞ്ഞ് അവൾ ഒരു ഏജൻറ്റ് മുഖേന ഒരു 10,000 ജയിൽ പുള്ളികൾ കിടക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് ആ കോട്ടയിലാണ് അവൾ കയറിയത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു വിഹിതം അവർക്ക് കൊടുക്കണമായിരുന്നു. അങ്ങനെ നടന്നു. അത് കഴിഞ്ഞിട്ട് പുതിയ ഒരു കമ്പനിക്കാർ, ഹാരിസൺ എന്ന് പറഞ്ഞ കമ്പനിക്കാർ അത് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ അവിടെ സ്റ്റാഫായിട്ടിരുന്ന 10, 20, 30 വർഷം വരെ സ്റ്റാഫായിട്ടിരുന്ന എല്ലാവർക്കും ഇൻ്റർവ്യൂ നടത്തി. അതുപോലെ തന്നെ പലരെയും പിരിച്ചുവിട്ടു. പക്ഷേ എൻ്റെ മോൾക്ക് ഒരു ഇൻ്റർവ്യൂ പോലും ഇല്ലായിരുന്നു ജോലി ലഭിക്കുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും അവളോട് ചോദിച്ചു, മരിയയുടെ റിലേഷനിലുള്ളവരുമാണോ ഈ കമ്പനി ഏറ്റെടുത്തേക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, അല്ല, എൻ്റെ ആരുമല്ല, ഞാൻ എൻ്റെ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് അത് നടന്നത്. പിന്നെ അടുത്തതായിട്ട് അവൾക്ക് അവിടെ സിറ്റിസൺഷിപ്പ് വേണമായിരുന്നു. സാധാരണ ഈ കൊറോണ കാലം ആയതുകൊണ്ട് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് 6 മാസത്തിൽ കൂടുതലായിട്ട് പോകും. പക്ഷേ എൻ്റെ കുഞ്ഞ് ഒക്ടോബറിൽ സിറ്റിസൺഷിപ്പിന് അപേക്ഷ കൊടുത്തു. ജനുവരിയിൽ എൻ്റെ കുഞ്ഞിന് അവിടെ സിറ്റിസൺഷിപ്പായിട്ട് കിട്ടി. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ്, അവളുടെ മോൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു. 3 വയസ്സായ കുഞ്ഞായിരുന്നു. ആ കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് പോയിരിക്കുകയാണ്. പിന്നെ എൻ്റെ 2ാമത്തെ മകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഇവിടെ മൈക്രോബയോളജി പഠിച്ചതായിരുന്നു. ഇവിടെ ജനറൽ മൈക്രോബയോളജിയാണ് അവൾ പഠിച്ചിരുന്നത്. മെഡിക്കൽ മൈക്രോബയോളജി പഠിച്ചാലാണ് ജോലി കിട്ടുകയുള്ളൂ എന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ അവൾ ഇവിടെ എറണാകുളം ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയായിരുന്നു. അവളുടെ വിവാഹം കഴിഞ്ഞു. അവളുടെ പയ്യൻ ദുബായിൽ വർക്ക് ചെയ്യുന്നു. അതും മെഡിക്കൽ ഫീൽഡിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ചെന്ന് അവിടെ എല്ലാവരും പറഞ്ഞു, അവൾക്ക് ജോലിയൊന്നും കിട്ടുകയില്ല, ജനറൽ മൈക്രോബയോളജി അല്ലേ എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ കുഞ്ഞിന് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു. അത് ദുബായ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ കുഞ്ഞിനെ വിളിച്ചു. ആ ഇൻ്റർവ്യൂ പാസ്സായി. നല്ല സാലറിയോട് കൂടി തന്നെയാണ് ഇന്ന് അവൾ അവിടെ ജോലി നോക്കുന്നത്. പിന്നെ ഇത് എൻ്റെ 3ാമത്തെ മകളാണ്. അവൾ ഇവിടെ CBSE-ലാണ് പഠിച്ചിരുന്നത്. +2-ന് മാർക്ക് വന്നപ്പോൾ 77% മാർക്കാണ് ഉണ്ടായിരുന്നത്. അപ്പം ഇവിടെ ഞങ്ങൾ പല ഹോസ്പിറ്റലുകളിലും അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു 95% മാർക്കോട് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അവൾക്ക് അഡ്മിഷൻ തരികയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ബാംഗ്ലൂർ അഡ്മിഷൻ എടുത്തു. ടി ജോൺ എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ അഡ്മിഷൻ എടുത്തു. അങ്ങനെ ഞാനും കുഞ്ഞും കൂടി കഴിഞ്ഞ 8-ാം തീയതി തിങ്കളാഴ്ച രാത്രി 7 മണിക്ക് ഞങ്ങൾ ബസ് ടിക്കറ്റും ചെയ്തു. ഞങ്ങൾ പോകാൻ വേണ്ടി ഒരുങ്ങിയിരുന്നപ്പോഴാണ് അവളപ്പോൾ അതിന് മുമ്പ് അവളുടെ +2-ൻ്റെ എക്സാം 2 വിഷയം കഴിഞ്ഞ സമയത്ത് അവൾ മണിപ്പാലിൻ്റെ എൻട്രൻസ് എഴുതിയിരുന്നു. അപ്പം ഞാൻ അന്നേരം മുതൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ മാതാവേ, എൻ്റെ കുഞ്ഞിന് മണിപ്പാൽ എൻട്രൻസിൽ ഒരു സീറ്റ് കിട്ടുകയാണെങ്കിൽ അതാണല്ലോ മാതാവേ ഏറ്റവും നല്ലത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ 3 മണിയായപ്പോൾ എൻ്റെ കുഞ്ഞിന് അവിടെ നിന്ന് അഡ്മിഷൻ വന്നു. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർക്കുള്ള പോക്ക് ക്യാൻസലാക്കിയിട്ട് ഞങ്ങൾ നാളെ കഴിഞ്ഞ് ഞായറാഴ്ച വൈകിട്ട് 8 മണിക്ക് ഞങ്ങൾ മണിപ്പാലിന് പോവുകയാണ്, ഞാനും കുഞ്ഞും കൂടി.
ഇത്രയും അനുഗ്രഹങ്ങൾ ഇതിനിടയ്ക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അത് ചെറുതും വലുതുമായ അനുഗ്രഹങ്ങളാണ്. അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ ഒരു 100,000 കോടി നന്ദി സമർപ്പിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കാം.